ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ക്ലേ ജ്വല്ലറി ആയിട്ടാണ്. ഒരുപാട് പേര് ഡൗട്ട് ക്ലിയർ ചെയ്യാമെന്ന് കരുതിയിട്ടാട്ടോ. അപ്പോൾ ഇപ്പോഴും ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, ഇത് എയർ ഡ്രൈ ക്ലേ ആണോ അല്ല നാച്ചുറൽ ക്ലേ ആണോ, എയർ ഡ്രൈ ക്ലേയും നാച്ചുറൽ ക്ലേയും തമ്മിൽ വ്യത്യാസം എന്താണ്, നമ്മൾ ജ്വല്ലറി ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ലാസ്റ്റ് ചെയ്യോ. അപ്പോൾ എല്ലാറ്റിനെയുള്ള ഡൗട്ട് ഞാൻ ക്ലിയർ ചെയ്ത് തരാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു നല്ലൊരു മിനുസുള്ള ബോർഡ് എടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് തേച്ചതിന് ശേഷം മാത്രം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ, എന്നാൽ മാത്രം നമുക്ക് സ്മൂത്തായിട്ട് എടുത്ത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതായത് ഇതുപോലെ കുറച്ചൊന്ന് നമ്മൾ ഓയിൽ തടവി കൊടുത്തു. അതിലേക്ക് ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ ജസ്റ്റ് ഒന്ന് പരത്തിയെടുത്തു. എല്ലാ ഭാഗവും ഒരേ തിക്നെസ് ആയിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. കുറച്ചും കൂടി നല്ല തിക്കായിട്ട് തന്നെ ഇരുന്നോട്ടെ കേട്ടോ. ഇനി നമുക്ക് ഏതാണോ ഡിസൈൻ വേണ്ടത്, എൻ്റെ കയ്യിൽ മോൾഡോ അച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഞാൻ അതൊന്നും ഇപ്രാവശ്യം വരുമ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കയ്യിലുള്ള ടൂൾസ് വെച്ചിട്ടാണ് എൻ്റെ എന്നത്തെ എല്ലാ വർക്കും കേട്ടോ. അപ്പോൾ കയ്യിലുള്ളത് കൊണ്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് പറയുക. ലാസ്റ്റ് ലുക്ക് ഓക്കെ ആണോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതാ ഇതുപോലെ നല്ല സ്മൂത്ത് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒരു കർവ് ഷേപ്പിലുള്ള ഒരു ആർച്ച് ഷേപ്പ് പോലത്തെയാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ കുറേ കുഞ്ഞു ബീഡ്സും കൂടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് നമുക്ക് ജിംക്കൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ആയിട്ടുള്ള മോൾഡ് ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്നും അല്ല കേട്ടോ. നമുക്ക് കുറച്ചൊന്ന് മോൾഡ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ മോൾഡൊന്നും ഇല്ല ഇനി വിചാരിച്ചിട്ട് നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ ഉള്ളത് വെച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. ഇനിയിപ്പോൾ കുറേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിന് മാച്ച് ആയിട്ടുള്ള ഓർണമെൻറ്റ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 100 രൂപക്ക് ക്ലേ ഒക്കെ വാങ്ങിക്കുക. ഓൺലൈനൊക്കെ ആയിട്ട് അവൈലബിൾ ആണ്. എയർ ഡ്രൈ ക്ലേ മതി. എയർ ഡ്രൈ ക്ലേ ആകുമ്പോൾ നമുക്ക് നോർമൽ റൂം ടെമ്പറേച്ചറിൽ തന്നെ നിർത്തിയിട്ട്, റൂമിൻ്റെ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നിർത്തിയിട്ട് തന്നെ ഉണക്കിയെടുത്താൽ മതി. നാച്ചുറൽ ക്ലേ ആണെങ്കിൽ അതല്ല കേട്ടോ. നാച്ചുറൽ ക്ലേ ആണെങ്കിൽ അത് ബേക്ക് ചെയ്തിട്ട് യൂസ് ചെയ്താൽ മാത്രമേ നമ്മളെ ജ്വല്ലറിക്ക് ലോങ് ലാസ്റ്റ് ആയിട്ട് ഇരിക്കുള്ളൂ. അല്ലാത്ത പക്ഷം പെട്ടെന്ന് പൊട്ടിപ്പോവും. നിങ്ങൾക്ക് നോർമലി അറിയാമല്ലോ, നമ്മൾ ഇഷ്ടികയൊക്കെ ഉണ്ടാക്കുന്ന ഓടൊക്കെ ഉണ്ടാക്കുന്ന പ്രോസസ്സ് അറിയാമല്ലോ. അതൊക്കെ ഇതുപോലെ തന്നെ മണ്ണിൻ്റെ അത് ബേക്ക് ചെയ്യാറുണ്ട്. ഒരു ചൂളയിലിട്ടിട്ട് അവർ ചുട്ടെടുക്കാറുണ്ട്. അതുതന്നെയാണ് നമ്മൾ നാച്ചുറൽ ക്ലേ യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജിംക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ താഴത്തെ കൂട് പോലത്തെ ഭാഗം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ അച്ചൊന്നും ഇല്ലെങ്കിൽ ഒരു വലിയ റൗണ്ട് ഷേപ്പ്, എത്ര സൈസിൽ വേണോ അത്രയും റൗണ്ട് ഷേപ്പ് നമ്മളൊന്ന് ഉരുട്ടിയെടുക്കുക. അത് നടുക്കേ കൂടെ കട്ട് ചെയ്യുക. സ്മൂത്തായിട്ട് കട്ട് ചെയ്യാൻ ത്രെഡൊക്കെ യൂസ് ചെയ്താൽ മതി. എന്നിട്ട് അതൊന്ന് സ്മൂത്ത് ചെയ്തെടുത്തുവാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ആ ഒരു ജിമിക്കൻ്റെ തന്നെ രീതിയിൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ ആ ഒരു ഷേപ്പിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കൈ കൊണ്ട് തന്നെ നമ്മൾ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെയാണ് ഞാൻ ഇതൊക്കെ ചെയ്തെടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മളുടെ ജ്വല്ലറിക്ക് ആവശ്യമായിട്ടുള്ള ബീഡ്സ്, പെൻഡൻറ്റ്, ഇയറിങ്സിന് ആവശ്യമായിട്ടുള്ള സ്റ്റഡ്, ജുമുക്കാൻ്റെ ആ ഒരു കൂടിൻ്റെ ഭാഗം ഒക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ആ ഒരു കമ്പി വെച്ചിട്ട് എല്ലാം ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കമ്പി നമ്മൾക്ക് ജ്വല്ലറി വയറിനോ അങ്ങനെ ജ്വല്ലറി ഐറ്റംസിൻ്റെ കിറ്റൊക്കെ നമുക്ക് ഓൺലൈനിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ കിട്ടും. അപ്പോൾ ടെറാക്കോട്ട ജ്വല്ലറി മേക്കിംഗ് കിറ്റ് എന്നൊക്കെ ഗൂഗിൾ ചെയ്തിട്ട് നോക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ, ഗിയർ വയർ എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ആ ഒരു വയറും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്, അതിൻ്റെ പേര് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ നോക്കി വാങ്ങിക്കുവാണെങ്കിൽ നമുക്ക് ഓരോ സാധനം റേറ്റ് നോക്കി അതിനനുസരിച്ച് നമുക്ക് സെലക്റ്റീവായിട്ടുള്ള ഐറ്റംസ് നോക്കി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാനിത് പഠിച്ചിട്ട് കാര്യങ്ങളൊന്നും ചെയ്യുന്നതല്ല. അതുകൊണ്ട് തന്നെ എനിക്കറിയുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണെങ്കിലും കമൻറ്റ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ അത് അറിയാത്തവർക്ക് ഒന്നും കൂടി അത് കാണുമ്പോൾ വായിക്കുമ്പോൾ ഒരു യൂസ്ഫുൾ അല്ലേ. അപ്പോൾ ഒന്ന് അറിയിക്കുക. അപ്പോൾ ഇതുപോലെ ബീഡ്സൊക്കെ ആ ഒരു പെൻഡൻറ്റിന് നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് വേണ്ടത്, പിന്നെ നമ്മൾ നോർമലി എന്തെങ്കിലും നല്ല ഷാർപ്പായിട്ടുള്ള ടൂൾ വെച്ചിട്ട് തന്നെ എല്ലാ ബീഡ്സിനും ഹോൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ ഈ ഒരു ക്ലേ ഉണങ്ങുന്നതിന് മുന്നേ തന്നെ എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്യുക. ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം ചെയ്യുവാണെങ്കിൽ നമുക്ക് അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഉണങ്ങുന്നതിന് മുന്നേ തന്നെ എല്ലാം ചെയ്യാം. പിന്നെ ഇവിടെ എനിക്ക് പണിപാളി ഒരു ഫീൽ വന്നത് ലാസ്റ്റാണ്. എല്ലാം ഉണക്കി സെറ്റാക്കി കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ അടുത്തുണ്ടായ മെറ്റാലിക് പേൾ പെയിൻ്റ് ഉണ്ടല്ലോ, ചതിച്ചു മക്കളെ. കുറേ നാളായി വാങ്ങിച്ചിട്ട് യൂസ് ചെയ്യാണ്ട് വെച്ചതുകൊണ്ട് തന്നെ കട്ട പിടിച്ച് പോയിട്ടുണ്ടായിരുന്നു. അവസാനം ഞാൻ എൻ്റെ ഒരു ഡിസൈൻ തന്നെ മാറ്റുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ അതിന് തന്നെ ബ്ലാക്ക് കളർ അടിച്ചിട്ട് ഒന്ന് സെറ്റാക്കി എടുത്തു. നേരത്തെ ഞാൻ മെറ്റാലിക് കളർ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ബ്ലാക്ക് കളർ അടിക്കൂലായിരുന്നു. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, ഞാനൊരു ആൻറ്റിക് ലുക്കിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിച്ചത്. കയ്യിൽ നിന്ന് പോയി. പക്ഷേ എന്നാലും വെറുതെ കളയാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ലല്ലോ, നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്തതല്ലേ. ഞാൻ വേറൊരു പാറ്റേണിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പം ബ്ലാക്ക് കളർ ഒരു ബേസ് നല്ല രീതിയിൽ നിന്ന് ഉണക്കിയെടുക്കുക. അടിച്ചതിന് ശേഷം ഒത്തിരി വെള്ളം ചേർക്കരുത്. എന്നാൽ സ്മൂത്തായിട്ട് നമുക്ക് അടിച്ചു കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള അത്ര ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ.
അങ്ങനെ പെൻഡൻറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇയറിങ്സ് ചെയ്യാം. ജുംക്ക നല്ല സെറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒത്തിരി വെയിറ്റ് ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിക്കുന്നവരോട് വെയിറ്റ് ഒന്നും ഇല്ല കേട്ടോ. നമ്മൾ എയർ ഡ്രൈ ക്ലേ ഉണങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര വെയിറ്റ്ലെസ് ആണ്. അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് നമുക്ക് ഉണക്കിയെടുത്ത് കഴിഞ്ഞാൽ എത്ര വലിയ ജ്വല്ലറീസും നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നല്ല നീറ്റായിട്ട് നമ്മളെല്ലാം പെയിൻറ്റ് ചെയ്തെടുത്തു. ഗോൾഡൻ കളറാണ് ഞാൻ ആദ്യം ഉദ്ദേശിച്ചത്, കണ്ടോ. ഇനി ഇത് കട്ട പിടിച്ച പെയിൻറ്റ് റീയൂസ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ ഞാൻ നോക്കട്ടെ. അതെനിക്ക് ഓക്കെ ആയിട്ട് വർക്കിംഗ് ആയിട്ട് കിട്ടുവാണെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യാം കേട്ടോ. ഒരുപാട് പേരുടെ കയ്യിൽ ഇങ്ങനെ കട്ട പിടിച്ച പെയിൻ്റൊക്കെ ഉണ്ടാവും. കളയണ്ട, എടുത്ത് വെക്ക്, നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ ആദ്യം ഗോൾഡൻ കളറൊന്ന് അപ്ലൈ ചെയ്ത് നോക്കി. കൈ വിട്ടു എന്ന് കണ്ടപ്പോൾ തന്നെ ഞാൻ സിൽവർ കളറും കൂടി അതുപോലെ അത് ചെയ്ത് നോക്കി. അപ്പോൾ അതും ഒരുമാതിരി ഫ്ലോപ്പായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഒരു ഗ്ലേസിങ് ലുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷേ കംപ്ലീറ്റ് അല്ല, ഒരു പ്രോപ്പർ ഗ്ലേസിങ് ആയിട്ടുള്ള ഒരു മെറ്റാലിക് ലുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ ഓക്സിഡൈസ്ഡ് ലുക്ക് കൊണ്ടുവരാൻ പറ്റുമോ നോക്കാൻ വേണ്ടി ഇതുപോലെ നമ്മുടെ സിൽവർ കളർ നോക്കി. കയ്യിൽ നിന്ന് പോയി കണ്ടാടും എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തതിന് ശേഷം ഇതുപോലെ റെഡ് കളറൊന്ന് അടിച്ചു കൊടുത്തു. ഒരു പാറ്റേൺ ജസ്റ്റ് ഞാൻ ആ ഒരു സമയത്ത് എനിക്ക് തോന്നിയത് ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ. ഇനി ഈ ഒരു പാറ്റേൺ കൊള്ളൂല എന്നൊന്നും പറയരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്നൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കാം. എന്തായാലും നമുക്ക് പറ്റുന്ന കാര്യങ്ങളാണ്. ഞാൻ ഇതിലും അടിപൊളിയായിട്ടുള്ള വർക്കൊക്കെ ഇനി ഞാൻ ചെയ്ത് കാണിക്കാം. അപ്പോൾ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കുറച്ച് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത് ഞാൻ അപ്ലോഡ് ചെയ്യാമെന്ന് കരുതിയത്. അപ്പോൾ എയർ ഡ്രൈ ക്ലേ നമുക്ക് ജ്വല്ലറി ചെയ്യുവാണെങ്കിലും ലാസ്റ്റ് ചെയ്യും. കമ്പാരിറ്റീവ്ലി നാച്ചുറൽ ക്ലേ ബേക്കൊക്കെ ചെയ്തിട്ട് യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി അധികം എയർ ഡ്രൈ ക്ലേനേക്കാൾ കൂടുതൽ ലാസ്റ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ ബേക്ക് ചെയ്യാത്ത പക്ഷം നാച്ചുറൽ ക്ലേ നമുക്ക് കുറച്ച് മെനക്കെട്ട പരിപാടിയാണ് ചെയ്യാനൊക്കെ ആയിട്ട്. എന്നാൽ ജസ്റ്റ് ഒരു ഒക്കേഷനലി അല്ലെങ്കിൽ നമുക്ക് ഡ്രസ്സിന് മാച്ച് ആയിട്ടുള്ള നല്ല ജ്വല്ലറീസ് ഒക്കെ ഉണ്ടാക്കുവാണെങ്കിൽ എയർ ഡ്രൈ ക്ലേ തന്നെ മതി. വേറെ ഒരുപാട് പണിയില്ല, മെനക്കെട്ട് പണിയൊന്നുമില്ല. ജസ്റ്റ് റൂം ടെമ്പറേച്ചറിൽ തന്നെ ഉണക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഞാൻ നോർമൽ ഇത് ഒരു ഡേ നൈറ്റ് ഇതിൻ്റെ മോൾഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം പിറ്റേത്തെ ദിവസമാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഉണങ്ങാനുള്ളൊരു ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു നൈറ്റ് കൊണ്ട് തന്നെ നല്ല സെറ്റായിട്ട് ഉണങ്ങിയിട്ട് കിട്ടി. അപ്പോൾ ആ ഒരു കോംബോ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ജിംകയിലും ആ ഒരു റെഡ് കളർ പാറ്റേൺ തന്നെ ഒന്ന് ഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബീഡ്സിലും കൂടെ കുറച്ച് റെഡ് കളർ അവിടെയൊക്കെ ആയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് പുറത്ത് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഉണക്കിയെടുത്തത്. അങ്ങനെ ഉണങ്ങിയതിന് ശേഷം നമ്മൾ ഇയറിങ്സിൻ്റെ ജ്വല്ലറി കിറ്റ്, മേക്കിംഗ് കിറ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇയറിങ്സിൻ്റെ ആ ബാക്കിലൊക്കെ കൊടുക്കേണ്ട സാധനമൊക്കെ ഞാൻ കൊടുത്തൊന്ന് സെറ്റാക്കി ഉണക്കിയെടുത്തു. അതും ഒന്ന് ഡ്രൈ ആക്കിയെടുത്തു. നമ്മളെ ജ്വല്ലറി സ്റ്റഡ് ടൈപ്പ് ആയതുകൊണ്ട് തന്നെ ആ ബാക്കിൽ കൊടുക്കേണ്ട സംഭവങ്ങളൊക്കെ ഞാൻ ഓൾറെഡി എൻ്റെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ പശ വെച്ചിട്ടൊന്ന് സെറ്റാക്കി കൊടുത്തു. ജ്വല്ലറീസൊക്കെ ഒട്ടിക്കുന്ന പശകൾ നമുക്ക് കടയിൽ വാങ്ങിക്കാൻ കിട്ടും. ഫെവിക്രില്ലിൻ്റെ ഒക്കെ നല്ല പശയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്തിട്ട് ഞാൻ നല്ല നീറ്റായിട്ടൊന്ന് ഒട്ടിച്ചെടുത്തു. അത് ഇതുപോലെ നമ്മൾ കെട്ടി നല്ല കിടുവായിട്ട് സെക്യൂർ ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മളെ മാലയും ഇയറിങ്സ് ഒക്കെ ഇട്ടിട്ടുള്ള ലുക്കും കൂടെ ഞാൻ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടോ ഇല്ലെന്നൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. കുറച്ച് ഹെവി ആയിട്ട് ഫീൽ ചെയ്തു. എന്നാൽ സാരീൻ്റെ കൂടെ ട്രഡീഷണൽ ലുക്കിൻ്റെ ഏതിൻ്റെ കൂടെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ജ്വല്ലറീസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ബീഡ്സൊക്കെ നല്ല നീറ്റായിട്ട് കോർത്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ലൈറ്റർ വെച്ചിട്ട് ഒന്ന് ഉരുക്കി അതിൻ്റെ അറ്റഭാഗം കുറച്ചൊരു ഷാർപ്പാക്കി എടുത്താൽ മതി. അപ്പോൾ ഫൈനൽ ലുക്ക് കാണണ്ടേ? ഇഷ്ടമായോ? എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള അടിപൊളി വീഡിയോസിനൊക്കെ ആയിട്ട് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. മറ്റൊരു നല്ല വീഡിയോ കാണുന്നവരെല്ലാം സേഫ് ആയിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു. ടേക്ക് കെയർ. ടാറ്റാ.